സാധാരണക്കാരനല്ല, സാധാരണക്കാരനല്ല. ഇന്നും ഫിർഔനിന്റേതാകുന്ന പ്രവർത്തനങ്ങൾ. അതാണ് എന്ത് പറയുക, കിബർ എന്ന് പറയുന്നത്. സത്യം സത്യമാണെന്നറിയാം, പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നടന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. എല്ലാ ഫിർഔനും എന്തല്ല, ലഅനത്തുല്ലാഹി അലൈഹി അല്ല, ശപിക്കപ്പെട്ടവരല്ല. ചില ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറോവമാരും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. മനസ്സിലാക്കിയുള്ളവരുണ്ടോ ഈ സദസ്സ്? ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റ് മുസ്ലിം ഭരണപ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ. എന്നിട്ട് പോലും അവിടെയുള്ള സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ്. അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ലോകം കണ്ട് ഏകാധിപത്യമാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ അവനൊരു സാധാരണക്കാരനല്ല, സാധാരണക്കാരനല്ല. ഇന്നും ഫിർഔനിന്റേതാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. മോശപ്പെട്ട ഭരണം നയിക്കുന്നവർ ലോകത്തിന്റെ പല കോണുകളില്ലേ, ലോകത്തിന്റെ പല ഭാഗങ്ങളില്ലേ, ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിർഔൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ്. ആരാണ് ഫിർഔൻ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി, ധിക്കാരിയായി നിലകൊണ്ടതായ ഭരണാധികാരി അത്രേ ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അൽ കിബറു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖിനെ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. അതാണ് എന്ത് പറയുക, കിബർ എന്ന് പറയുന്നത്. സത്യം അറിഞ്ഞാൽ അത് വിശ്വസിക്കൂല, അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് കിബർ, അഹങ്കാരം. മൂസാ നബി അലൈഹിസ്സലാം സത്യമാണ്, അള്ളാഹു സത്യമാണെന്നറിയാം, പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നടന്നു. ഏകാധിപതിയും ഛത്രാധിപതിയുമായ ഭരണം നടത്തി ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലാക്കണം, ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. എല്ലാ ഫിർഔനും എന്തല്ല, ലഅനത്തുല്ലാഹി അലൈഹി അല്ല, ശപിക്കപ്പെട്ടവരല്ല. ചില ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറോവമാരും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. മനസ്സിലാക്കി, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേരാണ് റസാസിം, റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അവനെ രേഖപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ, അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് 70% കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും, വർഷം എത്രയോ കഴിഞ്ഞു, 3000-4000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും
ഫിർഔനിൻ്റെതാകുന്ന പേര്, അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. മുസ്ലിം ഭരണ പ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ. എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിർഔനിന്റെ യഥാർത്ഥ പേര് റസാസിം, റംസീസ് രണ്ടാമൻ എന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം. അപ്പൊ എത്രത്തോളം സ്വാധീനം അവൻ ചെലുത്തിയിട്ടുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം. ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല, സാദാ സീത ഒരു വ്യക്തിയായിരുന്നില്ല. അവനെ പോലെ ഒരു തെമ്മാടിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരി ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തുടക്കം, എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ്. ഖുർആൻ പറയാൻ ഇന്നിപ്പോ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ പ്രത്യയശാസ്ത്രവും ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പല തട്ടുകളാക്കി ഭരിക്കുക. മണിപ്പൂർ അതിനൊരു ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ മെയ് 4-ാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടുറോഡിലൂടെ നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് അവരെ വല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യാവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ചെറുപ്പക്കാരാളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന സീക്കട്ടാക്കപ്പെട്ട ഭാഗങ്ങളിൽ പിടിച്ച് രസിച്ചവരെ പ്രയാസപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ ഇവിടെ പ്രചരിച്ചു. അത് പ്രചരിച്ചത് 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ്. കാരണം 2 മാസത്തോളം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു മണിപ്പൂർ എന്നുള്ള വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവിടെയുള്ളതാകുന്ന വിഷയങ്ങളെ കുറിച്ച് മിണ്ടാനോ മിണ്ടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ അതിനുള്ള നടപടിയെടുക്കാനോ കേവലം ഒരു പറച്ചിലപ്പുറം ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായി മെനഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല, ഇത് ഫിർഔനാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്തെ കാഴ്ചവെച്ചത് ഫിർഔന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ലോകത്തെ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി, അഹങ്കാരിയായി, ധിക്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല, വജഅല അഹ്ലഹാ ശിയആ. ഖിബ്തി വംശജരായി, ഇസ്രായേലി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഒരു ഭാഗത്ത് സവർണ മേധാവിത്വം കാണിക്കുകയാണ് ഫിർഔൻ. അവർണരെയും ദലിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തള്ളുകയാണ്. സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് കയറുകയാണ് ഫിർഔൻ. സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല, സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല. സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരുവിധ വർത്താനം തന്നെ ഇല്ല.